എല്ലാവരും നമുക്ക് വല്ലാത്ത ചൂടാൻ ആരുടെ മണ്ണിൽ പലകയിട്ട് മൂടിയിട്ട് പായുടെ മുകളിലേക്ക് മണ്ണ് മാറിയിട്ടാൽ ഒരൽപ്പം വെളിച്ചം പോലും കവറിലേക്ക് കിടന്നവരാണ് കൂരാകൂരത്തിന്റെ തടവറയിൽ കിടക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഓരോ ദിവസവും ഖബർ വിളിച്ചു പറയുന്നുണ്ട്, അമാ തസ്തഹീ മിനല്ലാഹ്. ഈ വക്കംപള്ളിയിലെ ഖബർസ്ഥാൻ വിളിച്ചു ചോദിക്കുന്നതിന് അല്ലാഹുവിനെ ഓർത്തിട്ട് ലജ്ജയില്ലേ? നാളെ എന്റെ അടുത്ത് വന്ന് കിടക്കണമെന്ന് നിനക്ക് ഓർമ്മയില്ല മനുഷ്യ? അന ബൈത്തുൽ വഹദ, അന ബൈത്തുൽ ഉൽമാ, അന ബൈത്തുൽ ദൂൽ. ഞാൻ ഏകാന്തതയുടെ വീടാണ്, ഞാൻ പുഴുക്കളുടെ വീടാ, ഞാൻ ഏറ്റവും വലിയ ചൂടിന്റെ വീടാ. ഓരോ ദിവസവും നമ്മുടെ ഖബർ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്, പക്ഷേ നമുക്കത് മനസ്സിലാകുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇല്ല പെങ്ങളെ, ഇല്ല, യഥാർത്ഥത്തിൽ ഖബറിലാണ് ഏറ്റവും വലിയ സുഖമുള്ളത്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കിയിട്ട് പലക മൂടി പായിട്ട് മൂടി മണ്ണിട്ട് മൂടി ഒരൽപ്പം വെളിച്ചമോ കാറ്റോ കടക്കാട്, തിരിഞ്ഞു കിടന്നാലും മണ്ണ്, മറിഞ്ഞു കിടന്നാലും മണ്ണ്, മുകളിലും മണ്ണ്, താഴെയും മണ്ണ്, ആരുമില്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്ന രാത്രി. ആ രാത്രിയിൽ അവൻ സത്യവിശ്വാസിയാണെങ്കിൽ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവളാണെങ്കിൽ, അവൾ ഔറത്ത് മറച്ച് നമസ്കാരത്തോടെ പടച്ചറപ്പിനെ ഭയന്ന് ജീവിച്ചവളാണെങ്കിൽ, ഹബീബായ നബി തങ്ങൾ പറയാ, ആ ഖബറിൽ അവൾ നേരെ നോക്കി കിടക്കുന്ന ഭാഗം പടിഞ്ഞാറേക്ക് നോക്കിയിട്ടാണല്ലോ നമ്മൾ കിടക്കുക. അവനെതിരെ കാണോ നോക്കി നോക്കുന്നത്, അതിന്റെ എതിർഭാഗത്ത് ഒരു ജനാല തുറക്കപ്പെടുന്നുണ്ട്. ഇത് വെറുതെ അല്ല, ഇത് അഹ്മദ് കബീർ ഗൂഗിളിൽ നോക്കിയിട്ട് പറയുന്നതല്ല. അവൻ നോക്കുന്ന ഭാഗത്തൊരു ജനാല തുറക്കപ്പെടും. ആ ജനാല തുറക്കപ്പെടുമ്പോ ആറടി മണ്ണിൽ കിടന്നുകൊണ്ട് സ്വർഗത്തിൽ അവന് കൊടുക്കുന്നത് എന്തൊക്കെയാണോ? അവൻ ഈ മരണം കടന്ന് പരലോകത്തെഴുന്നേറ്റ് നിന്ന് ഹിസാബ് കടന്ന് സിറാത്ത് കടന്ന് നാളെ സ്വർഗത്തിലെന്നാകും നമുക്ക് എന്തൊക്കെയാണോ നൽകാൻ ഉദ്ദേശിക്കുന്നത്, അത് മുഴുവന് ഖബറിൽ കിടന്നുകൊണ്ട് കാണാൻ. ആ ജനാലയിലൂടെ മറുഭാഗത്തേക്ക് നോക്കിയാൽ കാണുന്നത് സ്വർഗമാ. എന്നെ കേൾക്കുന്ന വക്കത്തെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മനസ്സിലെ വിദേശ നായെ പോലെ പാവപ്പെട്ടവനെ തന്നെ കൊല്ലാനല്ല, ആര് മരിച്ചാലും ആര് കൊല്ലപ്പെട്ടാലും ആരുടെ മണ്ണിൽ വക്കത്തെ പള്ളിയുടെ കബറിന് പറയാൻ കഥകളേറെയുണ്ട്. 7 മണിക്ക് ലോകത്തുള്ള 140 ആട്ടത്തിൽ ഏതൊക്കെ പെണ്ണ് തുണിയുറിഞ്ഞാടിയാൽ റിമോട്ടിന്റെ ചാനൽ നോക്കിയിട്ട് കാണുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സംഘങ്ങളെ, കഥ ചോദിക്കേണ്ടത് ഏഷ്യാനെറ്റിനോടല്ല, കഥ പറഞ്ഞത് കരയേണ്ടത് സൂര്യയുടെ സീരിയൽ കണ്ടിട്ടല്ല. ആരുടെ മണ്ണിലെ പണ്ണിനോട് ചോദിച്ചു, മണ്ണ് കൊറേ കഥ നിനക്ക് പറഞ്ഞു തരുക. ആ മണ്ണിനാണ് ജനാല തുറക്കപ്പെട്ടത്. വക്കത്തെ പള്ളിയുടെ കബറിനടക്കം ചെയ്തിട്ട് നമ്മുടെ പൊന്നുമക്കൾ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തുന്നതിന് മുമ്പ് വാപ്പാനെ ഒത്തിട്ട് ആരും കരയണ്ട, അമ്മാനെ ഒത്തിട്ട് ആരും കരയണ്ട. മയ്യത്തിലെ കരച്ചിലിന് അടിസ്ഥാനമില്ല. എന്റെ ഭർത്താവിന് ആരാണുള്ളതെന്ന് ചോദിക്കുക. ഒരു 6 ദിവസം മുമ്പ് തിരുവനന്തപുരം സന്നദ്ധമാമസിൽ ഞാൻ ജോലി ചെയ്യവേ റമദാനിന്റെ സ്ത്രീകളുടെ പ്രവാസം നടക്കുമ്പോൾ ഒരാളിനോട് പറഞ്ഞ് സ്ഥിരമായി വരുന്നൊരു പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചുപോയി. സഹോദരങ്ങളെ, രാവിലെ 4 മണിക്ക് അലാറം വിളിച്ചെഴുന്നേറ്റ് കുഞ്ഞുമക്കൾക്ക് മുത്തം കൊടുത്തു. തമിഴ്നാട്ടിൽ മീൻ കച്ചവടത്തിന് പോയടാ, വാഹനാപകടത്തിൽപ്പെട്ട് വാഹനത്തിന്റെ അടിയിലേക്ക് കയറിയ പ്രിയപ്പെട്ട ഭർത്താവ് ചേതനയത്തെ ശരീരമായി വീട്ടിൽ വരുമ്പോ അന്നസർ നമസ്കാരത്തിന് വിശുദ്ധ റമദാനിന് ബാങ്ക് വിളിക്കുമ്പോ ആ മനുഷ്യന്റെ ഖബറടക്കപ്പെട്ടു. 3 വയസ്സും 5 വയസ്സുമുള്ള 2 മക്കളുണ്ട്. ആ മക്കളെ തളം നിറങ്ങിക്കിടന്നു. പാതിരാ സമയത്ത് ഇശാന്റെ ബാങ്ക് വിളിക്കുമ്പോ 4 വയസ്സുള്ള പൊന്നുമോ ചാടിയേറ്റിട്ട് പറഞ്ഞു, ഉമ്മ, എന്റെ ഉമ്മത്തെ പൊന്നുമോനെ, എനിക്കെന്റെ ഉപ്പാനെ കാണണം ഉമ്മ. അസരണവന്റെ വാപ്പാനെ മണ്ണിന്റെ അടിയിലേക്ക് വെച്ചിട്ട് മണ്ണ് മാറിയിട്ടവൻ കണ്ടതാണ്. ആ പൊന്നുമോന്റെ കയ്യിലാരോ മണ്ണ് മാറിയിട്ട് കൊടുത്തതാണ്. രാത്രി അവൻ പറഞ്ഞു, ഉമ്മ, നമുക്ക് പള്ളിക്കാട്ടിൽ പോകാം. എന്തേ പോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പച്ചി അവിടെ ഒറ്റയ്ക്കല്ലേ, ഇന്നേ വരെ ഞാനില്ലാതെ എന്റെ ഉപ്പ
ഉപ്പച്ചി കിടന്നിറങ്ങിയിട്ടില്ല. ഉറക്കത്തിൽ എഴുത്തിട്ട് പൊന്നുമോ പൊട്ടിക്കിടന്നിട്ട് ഞാനിന്ന് അടുത്തില്ലെങ്കിൽ എന്റെ ഉപ്പച്ചി ഉറങ്ങില്ല ഉമ്മ. അതുകൊണ്ട് എന്നെ ഉപ്പാടെ 4 മണിക്ക് കുടിച്ചിട്ടാ കവറിൽ കൊണ്ടുപോയി കിടത്തണമെന്ന് പൊന്നുമോ വാശി പിടിച്ച് കിടന്നപ്പോ പിന്നെ 27 പെങ്ങള് ദുആക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞ സംഭവമാണിത്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, മരണമേറ്റവും വലിയ അപകടമെന്ന് നാം കരുതുന്നുവെങ്കിലും കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്ത മക്കളെ വിട്ട് ജീവിതത്തിന്റെ ഇല്ലാതെയും വല്ലാതെയും കൂടെ നിന്ന ഭാര്യയെ വിട്ട് ആരുമില്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്ന ദിവസം രാത്രി ഭാര്യ പൊട്ടിക്കറിയുന്ന ഇന്നലെ എന്റെ കടപ്പുറയിൽ കിടന്നവനെന്ന് എന്റെ ചാരത്തില്ലല്ലോ. പേടിക്കണ്ട മക്കളെ, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചവനാണെങ്കിൽ നിങ്ങൾ പള്ളിക്കാട്ടിൽ വന്ന് പോയാലുടനെ കബറിന്റെ രാത്രിയിലുടനെ പടിഞ്ഞാറ് ഭാഗത്തൊരു ജനാല തുറക്കപ്പെടുമത്രേ. ആ ജനാലയിലൂടെ വീട്ടിലുള്ളവരും മരിച്ചവനെ ഓർത്ത് കരയുമ്പോ മരിച്ചവനോ കബൽ കിടന്നിട്ട് അവൻ സ്വർഗം കാണുക. അവൻ സ്വർഗത്തിന്റെ ഹൂരയങ്ങളെ കാണുന്നു, അവൻ സ്വർഗത്തിന്റെ പുഴ കാണുന്നു, അവൻ സ്വർഗത്തിന്റെ പഴവർഗ്ഗങ്ങള് തനിക്ക് വേണ്ടി പടച്ചുറപ്പിങ്ങനെ പാലത്തിൽ നിൽക്കുന്നത്. കിളക്കണ്ട പൂട്ടണ്ട, വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. തനിക്ക് വേണ്ടി പടവർഗ്ഗങ്ങൾ വെച്ചിരിക്കുന്നു, തനിക്ക് വേണ്ടി തേനിന്റെ പാലിടുകൊണ്ട്, തനിക്ക് വേണ്ടി പുഴവിടുകൊണ്ട്, തനിക്ക് വേണ്ടി ഹൂറി പെണ്ണുങ്ങളെ കാത്തു നിൽക്കുന്നു. തനിക്കുടിക്കാ പച്ചപ്പട്ടു വസ്ത്രങ്ങളും തനിക്ക് സ്വർഗത്തിന്റെ കസേരയും ഇതെല്ലാം കണ്ടുകൊണ്ടാണ് കബറിലെ രാത്രി മുത്തഖീങ്ങളെ കബറിൽ കഴിയുന്നതെന്ന്. അതുകൊണ്ട് പൊന്നുമോനെ, റബ്ബിലേക്ക് മടങ്ങിക്കൊള്ളുക, അല്ലാഹുവിലേക്ക് മടങ്ങിക്കൊള്ളുക, ജീവിതത്തെ നന്നാക്കിക്കൊള്ളുക. കബർ നിന്റെ പടമൊറ്റയാണ്, കബർ നിന്റെ ജീവിതമാണ്. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ പറയുക, ആ ജനാല രാവിലെയും വൈകുന്നേരവും തുറക്കപ്പെടും. രാവിലെ തുറക്കപ്പെടുമ്പോ ആ സമയത്ത് സ്വർഗത്തിന്റെ പരിമളമാ വാതിലൂടെ അകത്തേക്ക് കിടക്കും, സ്വർഗത്തിന്റെ തണുപ്പകത്തേക്ക് കിടക്കും. ആ വന്ന തണുപ്പ് വൈകുന്നേരം വരെ നിലനിൽക്കും. വൈകുന്നേരമാകുമ്പോ വീണ്ടും ആ ജനാല തുറക്കപ്പെടുമത്രേ. അപ്പോ സ്വർഗത്തിന്റെ തണുപ്പും നറുമണവും കബറിലേക്ക് വരുമത്രേ. പിറ്റേ ദിവസം രാവിലെ വരെ ആ തണുപ്പ് കബറിൽ നിലനിൽക്കുമെന്ന്. പെങ്ങളെ, ഇപ്പൊ നീ അനുഭവിക്കുന്ന ചൂട് പോലും എന്റെ ആരുടെ കബറിലില്ല. നമ്മളൊക്കെ ഇപ്പൊ രാത്രി AC ഇട്ടാൽ കുറെ കഴിയുമ്പോൾ ഓഫാക്കിയാലും അതിന്റെ തണുപ്പ് രാവിലെ വരെ നിലനിൽക്കുമല്ലോ. രാവിലെ വാതിൽ തുറന്നാൽ ആ വരുന്ന തണുപ്പ് അസർ വരെ നിലനിൽക്കും. അസർ തുറന്നാൽ രാവിലെ വരെ നിലനിൽക്കുമെന്ന്. ഈ ഭൂമിയിൽ AC കഴിയുന്നതിനേക്കാൾ തണുപ്പോട് നാളെ നിന്റെ കബറിലെ ആദ്യരാത്രി നിനക്ക് കിടന്നുറങ്ങാൻ കഴിയുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, 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 എന്നോട് ഞങ്ങൾ താണക്കേട് ചോദിക്കുകയാണ്. കബറിനുള്ളിൽ അടക്കപ്പെട്ടിട്ട് ഒരാളുമില്ലാതെ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നവന് പുഴുക്കളുടെയും ചെതലുകൾ നിങ്ങളുടെ ശരീരത്തിന്റെ മാംസത്തിനെ കരിഞ്ഞു കയറിയിട്ട് ഞങ്ങളുടെ കണ്ണുകളുടെ മുകളിലൂടെ ചിറകുകൾ തരന്നു പോകുമ്പോ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ഞങ്ങളെ സ്വർഗം കാണിക്കണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗം കാണിക്കണേ അല്ലാ. അതെല്ലാവൻ തമ്മാടിയാണെങ്കിൽ, അതെല്ലാവൻ പച്ചച്ചമ്മാടിയാണെങ്കിൽ, മദ്യപാനവും ചരസും കഞ്ചാവും അവന്റെ ജീവിതത്തെ ഭരിച്ചാൽ ആര് മറഞ്ഞാൽ നിങ്ങൾ മാറില്ലെന്ന് കരുതുന്നവനെ അവൻ തമ്മാടിയാണെങ്കിൽ അവന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വാതിൽ തുറക്കപ്പെടും. ആ വാതിൽ തുറക്കുന്നത് നരകത്തിലേക്കാണ്. നരകത്തിന്റെ ചൂടവന്റെ കബറിലേക്ക് വരുമെന്ന്. ആ വാതിലിലൂടെ നരകത്തിന്റെ ചൂടകത്തേക്ക് വരുമെന്ന്. എന്താണ് നരകത്തിന്റെ ചൂടെന്ന് നിനക്കറിയോ പെങ്ങളെ? എന്താണ് നരകത്തിന്റെ ചൂടെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാ. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്നുണ്ട്, സഹാബ വല്ലാതെ ചൂട് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലോഹർ നമസ്കാരത്തെ പിന്തിപ്പിക്കണേ. ലോഹർ നിസ്കാരം മാർഗം വിളിക്കുമ്പോ ചൂട് കൂടുതലാണെങ്കിൽ
നിങ്ങൾ ആ നിസ്കാരത്തെ ഭിന്നിപ്പിക്കണേ എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാ നരകത്തിന്റെ ശ്വാസോച്ഛ്വാസമാണ് ഈ ചൂട് വർദ്ധിപ്പിക്കുന്നതെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് നരകത്തിന്റെ തീയെ കുറിച്ച് കേൾക്കണോ ഹബീബായ മുത്ത് പറഞ്ഞ നരകം ഒരു ദിവസം അല്ലാഹുവോട് ആവലാതി പറഞ്ഞു അല്ലാഹ് നരകത്തിന്റെ ഒരു ഭാഗം പറഞ്ഞു അല്ലാഹുവേ മറുഭാഗത്തു നിന്ന് വരുന്ന ചൂട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മനുഷ്യനല്ല നരകം തന്നെ റബ്ബിനോട് ആവലാതി പറയുന്നു ഒരു ഭാഗം പറയാണ് വലത്തെ ഭാഗം പറയുന്നു ഇടത് ഭാഗത്ത് നിന്ന് വരുന്ന നരകത്തിന്റെ തീയുടെ ചൂട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ അപ്പൊ മറുഭാഗം പറഞ്ഞു അവിടെ നിന്ന് വരുന്ന ചൂട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹ് പൊന്നുപൊങ്ങളെ നരകത്തിന് പോലും സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നരകത്തിലെ ചൂട് ഫമാ അസ്ബറഹും അലന്നാർ പിന്നെ ഈ നരകത്തെ നീ എങ്ങനെയാ ക്ഷമിക്കുക നരകത്തിന് പോലും നരകത്തിന്റെ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല ആ ചൂടിങ്ങനെ വല്ലാതെ വർദ്ധിച്ചപ്പോ അല്ലാഹു പറഞ്ഞു നരകമേ നിന്റെ ഈ ചൂട് വർഷത്തിൽ 2 പ്രാവശ്യം നീ വെളിയിലോട്ട് തള്ളിക്കൊള്ളുക നീ ഒന്ന് ശ്വാസോച്ഛ്വാസം നടത്തിക്കൊള്ളുക നരകത്തിന്റെ ഉള്ളിലെ ചൂട് തട്ടിക്കെട്ടി നിന്നിട്ട് അത് വല്ലാതെ വർദ്ധിപ്പിക്കുമ്പോ നരകം ശ്വാസം വിടുന്നതാണ് ഇന്ന് ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന ചൂടെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തലമറക്കണ്ടടി പെണ്ണ് ഇറുക്കമുള്ള വസ്ത്രവും ജീൻസും ടോപ്പും ഇട്ടിട്ട് ആണിന്റെ മുമ്പിലൂടെ ആടിക്കളിക്കടി പെണ്ണെ ആര് പറഞ്ഞാലും നീ ഇതൊന്നും മാറ്റണ്ടടി പെണ്ണെ പക്ഷേ കബറിൽ കിടക്കും നിങ്ങളെല്ലാം സ്ത്രീകളെ അഴുകുന്നതാണ് ഈ മാംസമല്ല പെങ്ങളെ അന്യപുരുഷനെ കാണാ സൗകര്യത്തിന് നീ വെളിവാട്ടി കൊടുത്ത നിന്റെ ഈ മാംസ കബറിലെ പുഴക്കൾ തിന്നുമടി പെണ്ണെ നരകത്തിന്റെ തീരം തുരുക്കുമടി പെണ്ണെ അല്ലാഹുവിന്റെ റസൂൽ പറയാ ഹബീബായ നബി തങ്ങൾ പറയാ കബറിലേക്ക് അടക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വാതിൽ തുറക്കുമ്പോ നരകത്തിന് പോലും സഹിക്കാൻ കഴിയാത്ത തീനാളങ്ങൾ നിന്റെ കബറിന്റെ ആദ്യരാത്രിയിൽ വരികയാ കബറിലെ ശിക്ഷകൾ നിനക്ക് അനുഭവിക്കാൻ പറ്റുമോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്റെ ഒരു സഹോദരൻ പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും കുറെ പേര് ഹജ്ജ് നിർവഹിക്കാൻ പോയി ഇഹ്റാമിന്റെ വേഷത്തിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്ത് മുഴങ്ങി ഞങ്ങൾ ഹജ്ജിന് വേണ്ടി പോകുന്ന വഴിയിൽ ഞങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു പോയി അവസാനം അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് അദ്ദേഹത്തെ കബറടക്കാൻ അവിടെ ഞങ്ങളെ കബറ് കുടിച്ചപ്പോ കബറ് കുടിച്ചു വരുമ്പോൾ കബറിന്റെ ഉള്ളിലുള്ള പാമ്പുകളും തേളുകളും വരികയാ ഓരോ കബറ് കുളിച്ചിട്ട് മയ്യത്തടക്കാൻ പോകുമ്പോ അതിൽ നിന്ന് പാമ്പുകളും തേളുകളും വെളിയിലോട്ട് വരികയാ അടുത്ത കബറ് കുടിച്ചു അതിൽ ഞങ്ങൾ മയ്യത്ത് വെക്കാൻ പോയപ്പോ ഇതൊന്നും കെട്ടുകഥയല്ല ഇതൊന്നും വിത്തല്ല ഇതൊന്നും ഐതിഹ്യമല്ല ഇതൊക്കെ മനസ്സിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഇസ്ലാമിന്റെ ചരിത്ര കഥകളാ മൂന്നാമത്തെ കബറ് കുഴിച്ചു മയ്യത്തെടുക്കാൻ പോകുമ്പോ ഭീമാകാരമായ പാമ്പുകളും തേളുകളും മണ്ണിന്റെ അടിയിൽ നിന്ന് എവിടെ നിന്നറിയില്ല വരികയാ സഹോദര അവസാനം എവിടെയൊക്കെ കബറ് കുടിച്ചാലും തൽബിയത്ത് ചൊല്ലിയിട്ട് ഇഹ്റാം ചെയ്ത് ഹജ്ജിന് വേണ്ടി വന്ന മനുഷ്യന് അദ്ദേഹത്തിന്റെ കബറിലോട്ട് വെക്കുമ്പോ പാമ്പുകളും തേളുകളും വെളിയിലോട്ട് വരുന്നു അവസാനം ഞങ്ങളെ മയ്യത്തുമായി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു മഹാനവറുകളെ ഈ മയ്യത്ത് കബറിലെ മണമാണാൻ കഴിയുന്നില്ല ഏത് കബറ് കുടിച്ചാലും അവിടെ എല്ലാം തേളുകളും പാമ്പുകളും വരികയാണ് മഹാനവറുകളെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞു പത്രേ ലൗ ഹഫറതുൽ അർള കുല്ലഹാ നിങ്ങൾ ഈ ഭൂമി മുഴുവനും ഇയാൾക്ക് വേണ്ടി കബറ് കുടിച്ചാലും അവിടെ എല്ലാ പാമ്പുകളും തേളുകളും വന്നാലല്ലാട് ഇയാളുടെ കബറടക്കാൻ പറ്റില്ല അവസാന കബറ് കുടിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മേൽനോട്ടത്തിലെ കബറ് കുടിച്ചു ആ കബറിലേക്ക് മനുഷ്യനെ വെച്ചു പാമ്പുകളും തേളുകളും പാഞ്ഞു വന്നപ്പോ ആ മനുഷ്യന്റെ മയ്യത്ത് നിങ്ങൾ പാമ്പുകൾക്കിടയിലേക്ക് വെച്ച് ആ പാമ്പുകളും തേളുകളും ആ മനുഷ്യന്റെ കഴുത്തിൽ ചുറ്റിപ്പിണയുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ മണ്ണിട്ട് മൂടിയതെന്ന് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഞാൻ എന്റെ സഹോദരങ്ങളോട് ചോദിക്കുക
ചോദിക്കട്ടെ, എന്താ കാര്യമെന്നറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇയാളുടെ ഭാര്യ അടുക്കൽ പോയിട്ട് ഇയാളുടെ സ്വഭാവത്തെ കുറിച്ച് ചോദിക്ക്. അവര് പോയി കൂട്ടുകാര് ഭാര്യയോട് ചോദിച്ചപ്പോ ആ ഭാര്യ പറഞ്ഞ അദ്ദേഹം ഇമാമത്തൊക്കെ നിർവഹിക്കുന്ന ആളാണ്, നിസ്കാരമൊക്കെ നിർവഹിക്കുന്ന ആളാ. പക്ഷേ എന്റെ ഭർത്താവിനൊരു ദുസ്വഭാവം ഉണ്ടായിരുന്നു. അദ്ദേഹം ചങ്ങാടിയിൽ അരി കച്ചവടം നടത്തുന്ന ആളാണ്, അരിയും ഗോതമ്പുമൊക്കെ കച്ചവടം നടത്തുന്ന ആളാ. അരി വിൽക്കാൻ വേണ്ടി ചാക്കിൽ കെട്ടിക്കൊണ്ട് അങ്ങാടിയിൽ പോകുമ്പോ തൂക്കം കൂടുതൽ കിട്ടാൻ അരിയുടെയും ഗോതമ്പുകളുടെയും ഇടയിൽ അതേ അളവിലുള്ള കല്ലുകൾ എന്റെ ഭർത്താവ് വെക്കാറുണ്ടായിരുന്നു. എന്നാ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ മറുപടി പറഞ്ഞപ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമസ്കാരമുണ്ടെന്നിരിക്കെ, നോമ്പുണ്ടെന്നിരിക്കെ, ദിക്റുണ്ടെന്നിരിക്കെ, സദഖയുണ്ടെന്നിരിക്കെ, കച്ചവടം ചെയ്യുന്ന അരിമണികളുടെ ഇടയിൽ അതേ വലിപ്പത്തിലുള്ള ചെറിയ കല്ലുകളെ കൃത്രിമത്വത്തിന് വെച്ച ഒരു മനുഷ്യന്റെ കബറിന്റെ അവസ്ഥ ഇതാണെങ്കിൽ, മദ്യപിക്കുന്നവനെ, ചീട്ട് കളിക്കുന്നവനെ, പരിശോധിക്കുന്നവനെ, തലമറക്കാത്തവളെ, പരദൂഷണം പറയുന്നവളെ, ആരുമാരാടെ ഭർത്താവിനെ വഞ്ചിക്കുന്നവളെ, ഭാര്യ വഞ്ചിക്കുന്നവളെ, നാളെ കബറിലേതിന്റെ ആദ്യ രാത്രി എന്ന് നിനക്ക് പറയാൻ കഴിയോ? അവരെ പാമ്പുകളും തേളുകളും വന്ന് കൊന്നെടുക്കുമ്പോ, അവരെ ശരീരത്തെ പാലെടുക്കുമ്പോ, അല്ലാഹുവേ അല്ലാഹുവേ കബർ നീ ഞങ്ങൾക്ക് നന്നാക്കി തരണമല്ലോ. കബറിന്റെ ആദ്യ രാത്രി നീ ഞങ്ങൾക്ക് ഏറ്റവും നല്ല ആദ്യത്തെ ദിവസമാക്കി തരണേ തമ്പുരാനേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. പേടിച്ചിട്ടിരിക്കണ്ട. അരിമണിയുടെ ഇടയിൽ അതേ വലിപ്പത്തിൽ കല്ല് കൊണ്ടുപോയി കച്ചവടം ചെയ്തവൻ, ദുനിയാവ് മുഴുവൻ നിങ്ങൾ കുടിച്ചാലും ഈ പാമ്പത്തേടില്ലാതെ കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഭൂമിയിലെ ഏറ്റവും ചെറുതിന് പോലും നമ്മളൊക്കെ കരുതിയിരിക്കണം, നിസ്കരിക്കാതിരിക്കുക, വ്യഭിചരിക്കുക, കള്ളു കുടിക്കുക, അവൻ മാത്രമേ ശിക്ഷയുള്ളൂ. അല്ല, ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ തിന്മകളും ചെയ്യുന്ന തിന്മകളുടെ മുഴുവനും നേരിട്ടവൻ കാണുന്ന ദിവസമാണ് കബറിലെ ആദ്യ രാത്രി. ഇവിടെ ഖബറിലെ രാത്രി സന്തോഷകരമായാൽ പിന്നെ ഹിസാബ് സന്തോഷമാണ്, സിറാത്ത് സന്തോഷമാണ്, മീസാനി സന്തോഷമാണ്, ജീവിതം മുഴുവനും സന്തോഷം. ഖബർ രക്ഷപ്പെട്ടില്ലയോ? ആദ്യത്തെ രാത്രി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്തായിട്ടും കാര്യമില്ല. നരകത്തിന്റെ തീവരും ഞാൻ പറഞ്ഞല്ലോ ഖുർആൻ, النار يعرضون عليها غدوا وعشيا ويوم تقوم الساعة. രാവിലെയും വൈകുന്നേരം കബറിൽ കിടക്കുന്നവന് അവരുടെ മുമ്പിൽ നരകത്തെ കാണിക്കപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ അതിൽ നിന്ന് കാക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു തആല കരഞ്ഞത്. അതുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു തആല കരഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ മണ്ണോട് ചേർന്ന് പോയാലും ഒന്നുകിൽ അതിനകത്ത് ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ അനുഭവങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടേ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല ഇനി ഖബറിലെ ആദ്യ രാത്രി രക്ഷപ്പെടാവുന്ന രണ്ട് ദിക്ർ ഞാൻ പറഞ്ഞു. നേരത്തെ പോലത്തെ നല്ല ദിക്ർ തന്നെ പറയുന്നു. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ഒന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് സ്വാഭാവികമായി ഇബാദത്തുകളുടെ കാര്യത്തിൽ നമ്മൾ വലിയ പുറകില്ല. എത്ര നമ്മൾ വിചാരിച്ചാലും പിശാച് വരും. ഖബറിൽ രക്ഷപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എത്ര കാര്യം? ഒന്ന്, രണ്ട് അവയവങ്ങളെ സൂക്ഷിക്കും. രണ്ട് അവയവങ്ങളെ സൂക്ഷിക്കും. നിങ്ങൾ എനിക്ക് രണ്ട് അവയവങ്ങൾക്ക് ജാമ്യം തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിന് ജാമ്യം നൽകാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭയങ്കര ഹദീസാണ്. രണ്ട് അവയവത്തിന് നിങ്ങൾ ജാമ്യം തന്നാൽ സ്വർഗത്തിന് നിങ്ങൾക്ക് ഞാൻ ജാമ്യം തരാം. ഒന്ന് രണ്ട് അവയവങ്ങൾ പറ. എല്ലാം എന്തുകൊണ്ടെന്നറിയോ?
നാക്കുകൊണ്ട് പറയുന്നത് ചെയ്യുന്ന സൽക്കർമ്മത്തെ ഇല്ലാതാക്കും. ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാതിരിക്കുക, ഒരാളെ കുറിച്ച് ഇല്ലാത്തത് പറയാതിരിക്കുക. നാക്ക് എത്ര സൽക്കർമ്മം നമ്മൾ ചെയ്താലും നാക്കുകൊണ്ടാണ് അയലോക്കാർ നമുക്ക് ബുദ്ധിമുട്ടിച്ചു, വേറൊരാളെ കുറിച്ച് അപവാദം പറഞ്ഞു വരത്തി, നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നമ്മളെ ചെയ്ത സൽക്കർമ്മം ഇത് ഇല്ലാതാക്കും. അല്ലെങ്കിൽ അയാൾ കുറ്റപ്പെട്ടത് മനസ്സിലാവുന്നുണ്ടോ? നമുക്കെന്താ മനസ്സിലാവും? നമ്മൾ ഫിത്തിനയുടെ ഹോൾസെയിൽ ഏജന്റ് വന്നിട്ട് നമുക്കെന്താ മനസ്സിലാക്കാൻ പറ്റാത്ത നാക്കിന് ചില അമലുകൾ അങ്ങനെയാണ്. ഇബാദത്ത് ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ പോകും. ഖബറിൽ രക്ഷപ്പെടും. ആ ഇബാദത്ത് എന്ത് ചെയ്യണം? അള്ളാഹു സ്വീകരിക്കണം. ഞാനൊരു ഹദീസ് പറഞ്ഞുതരാം. 3 ആളുകൾ അവരെത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യം അള്ളാഹു സ്വീകരിക്കും. റിക്കരിച്ചാലും നോമ്പ് പിടിച്ചാലും ഒരു ചാൻ മുകളിലേക്ക് പോകില്ല. അറിയില്ല. അയാൾ വലിയ ആളായിരിക്കാം, അയാൾ ഇബാദത്ത് ചെയ്യേണ്ടത് നിസ്കരിക്കേണ്ടത് നോമ്പ് പിടിക്കണം ഒക്കെയുണ്ട്. പക്ഷെ 3 ആളുകൾ നിസ്കാരം സ്വീകരിക്കും. ഒന്ന് റജുലൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ. ഒന്ന് ഒരു പുരുഷൻ, അവൻ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. റജുലൻ ഒരു പുരുഷനാണ്, അമ്മ ഖൗമൻ അയാളുടെ സമൂഹത്തിന്റെ നേതാവായി. പക്ഷേ ആ സമൂഹമാണെങ്കിലോ വഹും ലഹു കാരിഹൂൻ, ആ സമൂഹം ഇയാളെ വെറുക്കുന്നവരാണ്. അയാള് സമൂഹത്തിന്റെ നേതാവാണ്, പക്ഷെ ആളുകൾക്ക് ഇയാള് വെറുപ്പാണ്. പിന്നെ ഇവന്റെ ശബ്ദം പേടിച്ചിട്ട് ഇയാൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഒരാള് നാടിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി, അല്ലെ പഞ്ചായത്ത് മെമ്പറായി, അല്ലെങ്കിൽ മഹല്ല് സെക്രട്ടറിയായി, അല്ലെങ്കിൽ ഇമാമായി. ഒരു ഇമാം ഉറങ്ങി നിൽക്കുന്ന ആർക്കും ഇഷ്ടമല്ല, അയാൾ നിൽക്കരുത്. ചില ഇമാമികളെ പിരിച്ചുവിട്ടാൽ പോകും. എന്നാൽ ചിലരെ ഒരു പാവം പിടിച്ചു ചില ആളുകൾ പിരിച്ചുവിട്ടാൽ പോകില്ല. അവിടെ നിന്ന് കുഴപ്പമില്ല. പരമാവധി 4 വർഷം ചോറ് വന്നവർ തമ്മിലെടുപ്പിച്ചിട്ട് ഒന്ന് ഒരു ആരുമാകട്ടെ പുറകിൽ നിൽക്കുന്നവർക്ക് തൃപ്തി, ഭൂരിഭാഗത്തിന് തൃപ്തിയല്ലെങ്കിൽ പിന്നെ അവന്റെ വിവാദത്തെ അല്ലാഹു സ്വീകരിച്ചു. ഏകാധിപത്യം ഇസ്ലാമിന് അനുവദനീയമാണ്. പിന്നെ എന്ത് ചെയ്തിട്ട് അതെല്ലാവർക്കും പ്രസിഡന്റ് ആവട്ടെ, സെക്രട്ടറി ആകട്ടെ, ഇമാമാകട്ടെ, നിൽക്കാൻ പാടില്ല. ഒരു മഹല്ലിന് വേണ്ട. ഞാനൊക്കെ പിരിച്ചു വിടുന്നതിനുള്ള എന്നൊരിടത്തും പിരിച്ചു വിട്ടിട്ടില്ല, നേരെ പോയിട്ട്. ചിലരൊക്കെ പിരിച്ചുവിട്ട് പോകാൻ വേണ്ടി മഹല്ല് കമ്മിറ്റി പിന്നെ സത്യാഗ്രഹം ചെയ്തു. ചില പാവപ്പെട്ട ഇമാമികളെ നല്ലത് പറഞ്ഞതിന്റെ ഒരു ഒന്നുമില്ലാതെ പിരിച്ചു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരു പെണ്ണ് അവളവളുടെ ഭർത്താവിനോട് 24 മണിക്കൂറിലധികം പിണങ്ങി കഴിഞ്ഞാൽ, പിണക്കം ഒരു ദിവസത്തിനപ്പുറത്തേക്ക് പോയാൽ പിന്നെ നിസ്കാരപ്പായിലെ കണ്ണുനീര് പടച്ചറപ്പ് സ്വീകരിക്കുകയില്ല. ഒരു ദിവസത്തിനൊരു 24 അവേഴ്സിനപ്പുറത്തേക്ക് ഭാര്യയും ഭർത്താവും പിണക്കം പോയാൽ പിന്നെ ചെയ്തിട്ട് രണ്ടുപേരും, ഭാര്യ മാത്രമല്ല ഭർത്താവ്. നിങ്ങൾ വലിയ കർമ്മന്മാരായിട്ട് ഇരിക്കണ്ട, രണ്ടും ഒരേപോലെ തന്നെ. ഭാര്യക്ക് മാത്രമല്ല സ്വർഗമുള്ളത്, ഭർത്താവിനുണ്ട്. പിന്നെ പരസ്പരം പൊരുത്തപ്പെടുത്തും വേണ്ടിട്ട്. അതുകൊണ്ട് ഒരു ദിവസം കഴിയുമ്പോൾ പരസ്പരം മിണ്ടണം. ചിലപ്പോ നമ്മൾ പോകാൻ നേരത്തെ വീട്ടിൽ പോകുമ്പോ ഈ പെണ്ണിനോട് മിണ്ടാന്ന് ഓർത്ത് പോയാൽ അവൾ ഇങ്ങനെ ഇരിക്കും, ഈ പൊങ്കാലക്കലത്തിന്റെ മൂടിയിരിക്കണം. നമുക്ക് ഒന്ന് തിരുവനന്തപുരത്ത് ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് പോയിട്ട് ആറ്റിങ്ങ പോയിട്ട് മഴവിക്കത്തിന്റെ കമ്പലൊക്കെ എടുക്കുമ്പോ ഇവിടെ മരിക്കാൻ പറ്റിയ വഴിയുള്ളൂ. നേരെ പോയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അവളുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കണം. ഒരു മിനിറ്റ് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണം. താടമ കൈയൊക്കെ പോയിട്ട് അപ്പൊ പെണ്ണ് അള്ളാണ് 30 മുസാബാണ്, വക്കത്തെ പള്ളിയാണ്, നിനക്ക് എന്തൊരു ഗ്ലാമറാണ്. ആ പെണ്ണ് അപ്പ ചോദിക്കും, നിങ്ങൾക്ക് ഉള്ളത് പറഞ്ഞാണ്. ചുമ്മാ പറഞ്ഞേക്കണം. ചിലപ്പോ അമാവാസിയിലിട്ടായിരിക്കും അവിടെ ഇരിക്കണം. നോക്കാൻ ടോർച്ചടിച്ചു പറഞ്ഞേക്ക് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി.
ആയിഷ റളിയല്ലാഹു തആല കണങ്ങും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അബൂബക്കറിന്റെ മോളെ നിന്റെ മുഖത്തിന് എന്തോ ഒരു ചന്ദ്രന്റെ സൗന്ദര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇബാദത്ത് കൊണ്ട് മാത്രം ഒരാൾ ഖബറിൽ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചാൽ അത് അവന്റെ മൗഢ്യം. രണ്ട് അവയവങ്ങൾ സൂക്ഷിക്കണം. ഒന്ന് നാവ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, രണ്ട് അവയവങ്ങൾ നിങ്ങൾ എനിക്ക് ജാമ്യം തന്നാൽ ഒന്ന് നിങ്ങളുടെ നാവാണ്, രണ്ടാമത്തേത് നിങ്ങളുടെ ഗുഹ്യസ്ഥാനമാണ്. ആ രണ്ട് നാവ് കൊണ്ട് ഇല്ലാത്തത് പറയാതിരിക്കുക, ആ നാവ് കൊണ്ട് മറ്റൊരുത്തരുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക, എന്റെ ഗുഹ്യസ്ഥാനം ഹറാമിൽ നിന്ന് സൂക്ഷിക്കുക. ഹലാലായ നിന്റെ ഭാര്യയിലല്ലാതെ നിന്റെ ഇണയിലല്ലാതെ നിന്റെ ലൈംഗിക അവയവങ്ങളെ ചെലവാക്കാതിരിക്കുക. എന്നാൽ നിനക്ക് സ്വർഗത്തിൽ ഞാൻ ജാമ്യം നൽകാമെന്ന് ശഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് എനിക്ക് ഏറെ പറയാനുള്ള സമയമില്ല. ആധുനിക ലോകത്തിന്റെ അസുരഭാവങ്ങൾ മുഴുവൻ ജീവിതത്തിന്റെ ആത്മീയതയ്ക്ക് തടസ്സമാക്കി മാറ്റുന്ന എന്റെ പ്രിയപ്പെട്ട നൂതന ചെറുപ്പക്കാരാ, എവിടെ വരെയാണ് നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുക? കബറിലെ ആദ്യരാത്രിയുടെ ദിവസത്ത് നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയി കബറിൽ വെച്ചാൽ ആ സമയത്ത് കബറിന്റെ പുതിയ ആപ്രമാരായിട്ട് കഴിയണം. മലക്കുകൾ വന്നിട്ട് ഏറ്റവും നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്നത് എവിടെയാ? മലക്കുകൾ വന്നിട്ട് പറയും നൗമത്തിൽ പുതിയ ആപ്ര ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളുക. കബറാണ് സുഖം, കബറാണ് സുഖം. പെണ്ണുങ്ങളൊക്കെ ഭർത്താവിനോട് വഴക്കിടുമ്പോ പറയും മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. ആളുകൾ മരിച്ചാ മതിയായിരുന്നു, ഈ ദജ്ജാലിന്റെ കൂടെ ജീവിക്കണതിനേക്കാൾ നല്ലത്. ചിലപ്പോ മനസ്സ് കൊണ്ട് പറയും ദുനിയാവിലല്ല, അല്ലാഹുവേ മരിച്ചതിനും വേണ്ടില്ലായിരുന്നു. അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ നിന്റെ ജീവിതം അങ്ങനെ ആവണം. യഥാർത്ഥത്തിൽ ഞാൻ തിരുത്തി പറയാണ്, കബറാണ് സുഖം, മാറണി മണ്ണല്ല. നമുക്ക് നൗമത്തിൽ പുതിയ പ്രവർത്തുന്നത് പോലെ കബറിൽ ഉറങ്ങിക്കൊള്ളുക. ഏത് വരെയാണ് ഉറക്കം? ആദ്യം ഊതുന്നത് വരെ ഒന്നിച്ച് സ്വർഗത്തിന്റെ സുഗന്ധം കെട്ടി നിൽക്കുന്ന സ്വർഗത്തിന്റെ വിരിപ്പിൽ കിടന്ന് പുരുഷനെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സ്വർഗത്തിന്റെ വിരിപ്പുണ്ടല്ലോ, കിടന്നാൽ അറിയാതെ താഴോട്ട് പോകുന്ന ഏറ്റവും സ്വർഗത്തിന്റെ പട്ടുമത്തയിൽ പള്ളിക്കാട്ടിന്റെ ഉള്ളിൽ ഖിയാമത്ത് നാൾ വരെ കിട്ടുന്ന ഉറക്കം അത് കബറിൽ മാത്രമേ കിട്ടൂ. അതുകൊണ്ട് കബർ ഏറ്റവും നല്ലതാണെന്ന് അതുകൊണ്ടായിരുന്നവല്ലോ മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂഹ് പിടിക്കാൻ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോ ഹുദൈഫ റളിയല്ലാഹു തആല പറഞ്ഞ ഹബീബുൽ ഇലാ ഫഖാ, ഞാൻ കാത്തിരുന്ന കൂട്ടുകാരൻ വന്നുവല്ലോ, എനിക്ക് കബറിലേക്ക് പോകാമല്ലോ, സ്വർഗത്തിന്റെ പട്ടുമട്ടിൽ എനിക്ക് കിടക്കാമല്ലോ. അസ്റായീലിനെ വിളിച്ചത് ഹബീബേ, എത്ര നാൾ കൊണ്ട് ഹുദൈഫ കാത്തിരിക്കുകയായിരുന്നു, നീ വരുന്നതിനെ കാത്ത് കിടക്കുകയായിരുന്നു, നീ വരാത്തതെന്റെ ഈ ദുനിയാവ് എനിക്ക് മടുത്തു, എനിക്ക് കബറിലേക്ക് പോകണം. അവിടെയാണ് സ്വർഗത്തിന്റെ മെത്തയുള്ളത്, അവിടെയാണ് സ്വർഗത്തിന്റെ വെള്ളമുള്ളത്. 6 മണ്ണ് കതിർപ്പത്തിന്റേതാണ്, അവിടെ സ്വർഗത്തിന്റെ പട്ടുമത്തയിൽ ഖിയാമത്ത് നാൾ വരെ കിടന്നുറങ്ങാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞു